My God is so big and so strong and so mighty. There's nothing my God cannot do. My God is so big and so strong and so mighty. There's nothing my God cannot do. My God is so big and so strong and so mighty. There's nothing my God cannot do. My God is so big and so strong and so mighty. There's nothing my God cannot do. In the beginning, God made everything. God simply spoke and the world came to be. He sent a flood and made everything new. He parted the sea and let his people walk through. He helped a boy bring a giant right down. Joshua marched, the walls fell to the ground. These acts of power are worthy of praise. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ നിങ്ങളുടെ ഒപ്പമായിരിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഇടയാക്കിയ ശ്രേഷ്ഠ പദവിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഓൺലൈൻ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ അഭിഷിക്തദാസൻ ഫാസ്റ്റർ ഫ്രെഡി അവർകൾ IPC പളുകൽ, എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച, പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്ത കർത്താവിന്റെ ദാസന്റെ അനുജൻ പാസ്റ്റർ ഫെലിക്സ് അവർകൾ, എല്ലാവർക്കും, കൂടാതെ എന്നെ കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രവിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ വന്ദനം. വളരെ സന്തോഷമാണ് നിങ്ങൾ എല്ലാവരെയും കാണുന്നതിൽ. അതിനപ്പുറമായി യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ വചനം ഈ രാത്രി ഈ ഓൺലൈനിലൂടെ പ്രസ്താവിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയ ഏറ്റവും വലിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശു ഹൃദയത്തിൽ ഉള്ള എല്ലാവർക്കും എത്ര സന്തോഷമാണ്. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയും മുഴുവനും ഞാൻ ഒരു പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് ഈ രാത്രി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിലെ ശുശ്രൂഷ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തില് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് ഈ രാത്രി നിങ്ങളുടെ വിശ്വാസം ഈ രാത്രി ഒരു പ്രാവശ്യം കൂടെ ഏറ്റുപറഞ്ഞ് യേശു എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച തീരുമാനവും പ്രത്യാശയും ഈ രാത്രി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ ആണ്, ലോകരാജ്യങ്ങൾ വിലപിക്കുകയാണ്, വേർപാടിൽ അനേക കുടുംബങ്ങൾ ദുഃഖിതരാണ്. എങ്കിൽ തന്നെയും നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ നാം സ്വർഗരാജ്യത്തിലാണ്. ഈ രാത്രി ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ആത്മീയ ഉത്തേജനത്തിനു വേണ്ടി നിങ്ങളെ ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ ഞാൻ ദൈവാത്മാവിൽ ശക്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ മുഴുവനും വേദപുസ്തകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിലെ വചനധ്യാനത്തിനായി മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-34 വാക്യങ്ങളെ ആസ്പദമാക്കി നിങ്ങളോട് ദൈവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. I would like to take the scripture for tonight meditation, the gospel according to Matthew chapter 6 verses 33-34. ഞാൻ വായിക്കാം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതതു ദിവസത്തിന് അന്നത്തെ ദോഷം മതി. രാത്രി ഒരു വലിയ വിഷയമാണ് നിങ്ങളോട് ദൈവാത്മാവിൽ ശരണപ്പെട്ട് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗരാജ്യം അന്വേഷിക്കുക, സ്വർഗരാജ്യത്തിലായിരിക്കുക. സ്വർഗരാജ്യത്തില് കർത്താവ് മധ്യാകാശത്ത് തന്നെ സഭയെ ചേർക്കുവാൻ കടന്നു വരുന്നത് വരെ നാം സ്വർഗരാജ്യം അനുഭവിച്ച് സ്വർഗരാജ്യത്തിലായിരിക്കുന്നു എങ്കില് നമുക്ക് ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കഴിയും, ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ 3.5 വർഷമായിരുന്നു.
ഈ 3.5 വർഷത്തെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ തുടക്കം മുതൽ അവസാന സമയം വരെ ശുശ്രൂഷ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ യേശുവിനെ ഭൂമിയിൽ ചെയ്യുവാനിടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ യേശു ശിഷ്യന്മാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ യേശു പ്രസ്താവിച്ച ഒരു പ്രത്യേക ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അന്നത്തെ കാലഘട്ടത്ത് ഇന്നത്തെ കാലഘട്ടം പോലെയല്ല, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ് അന്നത്തെ ജനങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ തന്റെ കൂടെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ ഉറപ്പിച്ചുകൊണ്ട് അവരുടെ അടുത്ത പ്രത്യാശയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യേശു പ്രസംഗിച്ച ഒരു ഭാഗമാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യമാണ്. ഈ രാത്രി നിങ്ങളോട് നിങ്ങളോട് പ്രസംഗിക്കുവാൻ പോകുന്ന കാതലായ വിഷയവും സ്വർഗരാജ്യമാണ്. ഞാൻ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഈ രാത്രി ഞാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിന് നൽകി ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുമ്പോൾ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സ്വർഗരാജ്യത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം, സ്വർഗരാജ്യത്തിൽ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സകലവും കരുതുവാനിടയായി തീരും. നാം സ്വർഗരാജ്യത്തിലായിരിക്കുന്നു എങ്കിൽ നാളെ കുറിച്ച് നമുക്ക് വിചാരമില്ല. നാം സ്വർഗരാജ്യത്തിലായിരിക്കുന്നു എങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി സകലവും കരുതുവാനിടയായി തീരും. കർത്താവിന്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ ഫ്രെഡി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള തന്റെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ മനസ്സിലായി, പല രാജ്യങ്ങളിലും വിശ്വാസികൾ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കേൾക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ സ്വർഗരാജ്യത്തെ അന്വേഷിക്കുക. Seek the kingdom of God and his righteousness, and all these things shall be added to you. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടക്കം സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ നിങ്ങൾ മനസ്സ് തിരിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യോഹന്നാൻ സ്നാപകനും പ്രസംഗിച്ചു. എവിടെ പ്രസംഗം കേട്ട് ധാരാളം പേർ അവിടെ അന്നത്തെ സിസ്റ്റത്തെ മാറ്റി, അവിടെ ചിന്തകളെ മാറ്റി, അവിടെ ജീവിത രീതികളെ മാറ്റി അവർ യേശുവിങ്കലേക്ക് തിരിയുവാനിടയായി തീർന്നു. യേശുവിന്റെ ശുശ്രൂഷയിൽ യേശു എപ്പോഴും ആഗ്രഹിച്ച ഏറ്റവും പരമപ്രധാനമായ കാര്യം, ഞാൻ സൃഷ്ടിക്കപ്പെട്ടതാ എന്റെ ജനം എന്റെ രാജ്യത്തിന് കീഴിലായിരിക്കും. എന്താണ് സ്വർഗരാജ്യം? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാല് the spiritual rule of Christ in the hearts of men. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ യേശു ആത്മീയമായി വസിക്കുന്നതാണ്, യേശു ആത്മീയമായി ഭരിക്കുന്നതാണ് സ്വർഗരാജ്യം. യേശു സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് വരെ അന്ന് വരെ ജീവിച്ചിരുന്ന മനുഷ്യർ, അവരെ ഭരിച്ചിരുന്നത്, അവരെ നടത്തിയിരുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരുന്നു. മറ്റു പലവിധമായ കാര്യങ്ങളാൽ അവർ നടത്തപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിലൂടെ യേശു ആഗ്രഹിച്ചത്, ഇന്നു മുതൽ എന്നിൽ വിശ്വസിച്ച് എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും കൈവിടാതെ ഇന്നു മുതൽ ഞാൻ അവരെ ഭരിക്കുവാനിടയായി തീരും. എന്റെ പ്രിയ ദൈവമക്കളെ, നീ യേശു ക്രിസ്തുവിന്റെ നാമത്തില് സ്വർഗരാജ്യത്തിൽ വിശ്വാസത്താൽ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ എന്നെ ഭരിക്കുന്നത് ഞാനല്ല, എന്നെ ഭരിക്കുന്നത് ലോകത്തിലെ പിശാചല്ല, എന്നെ ഭരിക്കുന്നത് ലോകത്തിലെ സംഹിതകളല്ല, എന്നെ ഭരിക്കുവാൻ പോകുന്നത്, എന്നെ നയിക്കുവാൻ പോകുന്നത് എന്റെ യേശുവാണ്. അപ്പോൾ കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ യേശുവിന്റെ ആത്മീയ ഭരണമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രസംഗം കേട്ട് ധാരാളം പേർ ഈ സ്വർഗരാജ്യത്തിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുന്നതായിത്തീർന്നു. അന്ന് കടന്നു വന്ന അന്നു മുതൽ യേശു അവരെ ഭരിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഇന്ന് ഈ രാത്രി നീ സ്വർഗരാജ്യത്തിലാണ് എന്ന് ഒരു ഉറപ്പ് ഉണ്ട് എങ്കിൽ എന്നെയും നിങ്ങളെയും ഈ രാത്രി മുതൽ ഭരിക്കുന്നത്
എന്നെ നിങ്ങളെയും രാത്രി നടത്തുന്നത്, എന്നെ നിങ്ങളെ നിത്യത വരെ ചുമക്കുന്നത് നാമല്ല, നമ്മുടെ പണമല്ല, നമ്മുടെ സാഹചര്യമല്ല, COVID-19 അല്ല, ലോക്ക്ഡൌൺ അല്ല. ഈ രാത്രി നമ്മെ ഭരിക്കുന്നത് ആകാശഭൂമിയെ സൃഷ്ടിച്ച് സകല ചരാചരങ്ങളെ ഉണ്ടാക്കിയ സർവശക്തനായ യേശുവാണ് നമ്മെ ഭരിക്കുന്നത്. എത്ര പേർക്ക് ഈ രാത്രി വിശ്വാസമുണ്ട് ഞാൻ സ്വർഗരാജ്യത്തിലാകുന്നു? എത്ര പേർ ഈ രാത്രി ചിന്തിക്കുന്നു ഞാൻ സ്വർഗരാജ്യത്തിന് പുറത്താണ്? എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വർഗരാജ്യത്തിലാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആത്മാവിൽ വെമ്പലുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല, നിങ്ങൾക്ക് വ്യാകുലതയില്ല, നാളെ ചൊല്ലി ഒരു ചിന്തയുമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ അവന്റെ രാജ്യത്തിലായിരിക്കുകയാണ്. നിങ്ങൾ അവന്റെ രാജ്യത്തിന് പുറത്താകുന്നു എങ്കിൽ നിങ്ങൾക്ക് ഭയമുണ്ട്. നിങ്ങൾ അവന്റെ രാജ്യത്തിന് പുറത്താകുന്നു എങ്കിൽ നിങ്ങൾ വ്യാകുലതയുണ്ട്. നിങ്ങൾ അവന്റെ രാജ്യത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു എങ്കിൽ നിങ്ങൾ കുടുംബത്തെ കുറിച്ച്, നിങ്ങളുടെ നാളത്തെ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ വ്യാകുലതയുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഈ രാത്രി നിങ്ങൾ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ അകത്താകുന്നു എങ്കിൽ ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യാകുലതയില്ല. ആമേൻ. എന്നാൽ ഞാൻ ചില നിമിഷങ്ങൾ കൂടെ സ്വർഗരാജ്യത്തെ കുറിച്ച്, എന്താണ് സ്വർഗരാജ്യം? ഞാൻ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദ സ്പിരിച്വൽ റൂൾ ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് മാൻ. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ യേശു ആത്മീയമായി വസിക്കുകയാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യേശു എന്റെ ഹൃദയത്തില് വസിക്കുവാൻ തുടങ്ങുന്ന നിമിഷം മുതല് എല്ലാ അന്ധകാര മണ്ഡലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തില് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറി അവർക്ക് യേശു ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം ലഭിക്കുവാനിടയായിത്തീരും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗരാജ്യത്തിൽ ക്ഷണിക്കപ്പെട്ടതായ ആ മക്കളോട് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ കിങ്ഡം ഓഫ് ഗോഡിലായിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എത്ര വിശ്വാസമുണ്ട് ഈ രാത്രി ഞാൻ കിങ്ഡം ഓഫ് ഗോഡിലായിരിക്കുകയാണ്? ഇനി സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അത് നീതിയാണ്. സ്വർഗരാജ്യമായിരിക്കുമ്പോൾ അനീതി ചെയ്യാൻ കഴിയുകയില്ല, അത് നീതിയാണ്. 2, സ്വർഗരാജ്യം എന്ന് പറയുന്നത് സമാധാനമുണ്ട്, സമാധാനമുണ്ട്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും ഇപ്രകാരം പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യം നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, സഹോദര സഹോദരി, നീ ഇപ്പോൾ എവിടെയാണ്? നിങ്ങൾക്ക് ആത്മീയ വെളിച്ചത്തിൽ ആത്മീയമായി പറയുവാൻ കഴിയും, ഈ രാത്രി ഞാൻ സ്വർഗരാജ്യത്തിലാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ടെൻഷൻ ഇല്ല. സ്വർഗരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാരമില്ല. അവനെപ്പോഴും അവന് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് ആ സ്വർഗ രാജ്യത്തിലായിരിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദത്തിൽ പ്രിയ ദൈവമക്കളെ, ഈ രാത്രി നിങ്ങളുടെ പ്രത്യാശ ഒരിക്കലും കുറഞ്ഞു പോകാതെ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിനകത്തായിരിക്കുക. നിത്യത വരെ യേശു പറഞ്ഞു, ഞാൻ നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് ഈ രാത്രി നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ അവന്റെ രാജ്യത്തിന്റെ അകത്തായിരിക്കുക. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാല് അത് നീതിയാണ്. 2, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. സമാധാനമില്ല എങ്കിൽ നിങ്ങൾ പറയണം, കർത്താവേ, ഞാൻ സ്വർഗരാജ്യത്തിനകത്താണോ പുറത്താണോ? സമാധാനമില്ല എങ്കിൽ നിങ്ങൾ പുറത്താണ്. സമാധാനം വേണമെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അകത്ത് കയറിക്കോണം. 3, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ പാപക്ഷമയാണ്. The forgiveness of sin. സ്വർഗരാജ്യത്തിനകത്തായിരിക്കുന്ന ഒരു വ്യക്തിക്ക് 24 മണിക്കൂറും പരസ്പരം ക്ഷമിക്കുവാൻ കഴിയും. അവൻ പരസ്പരം സഹോദരങ്ങളുമായി പാപക്ഷമ ഏറ്റുപറയുക മാത്രമല്ല, യേശു ക്രിസ്തുവിലൂടെ അവരുടെ സകല അധർമ്മങ്ങളും പാപങ്ങളും 24 മണിക്കൂറും അത് ക്ഷമിക്കുവാനിടയായിത്തീരും. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 9, 10, 11 വായിക്കുമ്പോൾ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവ് നമ്മെ ഭൂമിയിൽ ആയിരിക്കുന്നത് നാം സഭയുടെ മെമ്പേഴ്സ് ആണ് എങ്കിൽ തന്നെയും അതിനകത്ത് സ്വർഗരാജ്യത്തിനകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്
സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അത് നീതിയാണ്. 2 സമാധാനമാണ്. 3 പാപക്ഷമ നമുക്ക് ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. 4 സമത്വമുണ്ട്, ഈക്വാലിറ്റി. സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആരെയും താഴ്ത്തി കെട്ടുവാൻ കഴിയുകയില്ല. പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളെ ഉറപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നെണ്ണണം. ഈ സ്വർഗരാജ്യത്തിൽ ആരെയും താഴ്ത്തി വലിയവനോ ചെറിയവനോ ഒന്നുമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഇവിടെ ജാതിയില്ല, ഇവിടെ മതമില്ല. എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഒരപ്പന്റെ മക്കളാണ്. ഈ പദവി സ്വർഗരാജ്യത്തിനകത്ത് കയറിയാൽ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കും. 5 ഇതിനകത്ത് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എറ്റേണൽ സാൽവേഷൻ ആണ്. യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുണ്ട് ഏറ്റുപറഞ്ഞ് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുണ്ട് ഏറ്റുപറഞ്ഞാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ്. സഭ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ സഭ ഭൂമിയിലായിരിക്കുമ്പോൾ 24 മണിക്കൂറും സ്വർഗരാജ്യം നിങ്ങൾ അനുഭവിക്കണം. ലോക ജാതികൾക്ക് സ്വർഗരാജ്യം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ലോകത്തിലെ ജനങ്ങൾക്ക് സ്വർഗരാജ്യം എന്തെന്ന് അനുഭവിക്കുവാൻ കഴിയുകയില്ല. യേശുവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുണ്ട് ഏറ്റുപറഞ്ഞ് അങ്ങനെയുള്ള വിശുദ്ധന്മാർക്കും വിശുദ്ധ മതികൾക്കും സ്വർഗരാജ്യം അനുഭവിക്കുവാനിടയായി തീരും. അവർ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും. 1 പത്രോസ് 1 വായിക്കുമ്പോൾ അവിടെ രക്ഷ എനിക്ക് ലഭിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു, ഇനി ഞാൻ രക്ഷിക്കപ്പെടും. അവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് ഈ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറപ്പുണ്ട്, ഈ രാത്രി ഞാൻ ക്രിസ്തുവിലാകുന്നു. ഞാൻ ക്രിസ്തുവിന് പുറത്തല്ല, ഞാൻ ക്രിസ്തുവിനകത്താണ്. അത് 1 പത്രോസിന്റെ ലേഖനം 1 വായിക്കുമ്പോൾ സാൽവേഷൻ, രക്ഷയുടെ 3 ഘട്ടങ്ങൾ: ഭൂതകാല രക്ഷ, വർത്തമാനകാല രക്ഷ, ഭാവികാല രക്ഷ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അകത്ത് പ്രവേശിക്കുമ്പോൾ ആ വ്യക്തിയിൽ ലഭിക്കുന്ന രക്ഷയുടെ ആദ്യത്തെ പടിയാണ് സ്പിരിച്വൽ സാൽവേഷൻ, ആത്മാവിന്റെ രക്ഷ. ദിസ് ഈസ് എ സ്പിരിച്വൽ സാൽവേഷൻ, സാൽവേഷൻ ഓഫ് സ്പിരിറ്റ്, ആത്മാവിന്റെ രക്ഷയാണ്. ഇത് ലഭിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിനകത്ത് കയറുന്നത്. ഈ സ്വർഗരാജ്യത്തിനകത്തിരുന്നു കൊണ്ട് രക്ഷയുടെ 2ാമത്തെ പടി പൂർത്തീകരിക്കുവാൻ കഴിയും. ദാറ്റ് ഈസ് സൈക്കോ സാൽവേഷൻ, അത് മനസ്സിന്റെ രക്ഷ. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് റോമാ സഭയെ പ്രബോധിപ്പിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. റോമർക്ക് ലേഖനം 6, 7, 8 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും പൗൽ വിളിച്ചു പറയുന്നത്, വിശുദ്ധീകരണം കൂടാതെ ആർക്കും സ്വർഗരാജ്യം അനുഭവിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ഇതിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷയുടെ 2ാമത്തെ പടിയായ മനസ്സിന്റെ രക്ഷ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനിടയായി തീരും. അതിലിരുന്നു കൊണ്ട് തന്നെ അവനായിരിക്കുന്നവർക്ക് രക്ഷയുടെ 3ാമത്തെ പടിയായ അവരുടെ ശരീരത്തിന്റെ രക്ഷ അവർക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. കർത്താവ് മധ്യാകാശം എടുക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ അവരുടെ ശബ്ദം കേട്ട് രൂപാന്തരപ്പെട്ട് മധ്യാകാശത്ത് എടുക്കപ്പെടും. ഇതാണ് രക്ഷയുടെ പൂർത്തീകരണം. അപ്പോൾ ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ അവന്റെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചത്. ഇതൊരു ഫ്രീ ആണ്. ഇത് യേശുവിൽ വിശ്വസിച്ച് ഹൃദയം കൊടുക്കുന്ന ഏതൊരു മനുഷ്യനും ലോകത്തിന്റെ ഏത് കോർണറിൽ ഇരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു മഹാകരുണയാണ് യേശുവിന്റെ നിത്യമായ രക്ഷ. എബ്രായർ 2-ാം അധ്യായം വായിക്കുമ്പോൾ ഇത്ര വലിയ രക്ഷയെ കുറിച്ച് നീ കേട്ടിട്ട് മനസ്സിനെ കഠിനപ്പെടുത്തി ഇരിക്കുന്നുവെങ്കിൽ നീ എങ്ങനെ വരാൻ പോകുന്ന ന്യായവിധിയിൽ തെറ്റി ഒഴിയുവാൻ കഴിയും?
ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ച ഒരു യാഥാർത്ഥ്യമാണ്. സുവിശേഷം ഒത്തിരി സമയം പറയണ്ട, 1.5 മിനിറ്റ് കൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പറയണം. അവസാനം 30 മിനിറ്റ് കൊണ്ട് എന്റെ കേൾവിക്കാരോട് പറയണം, ഇനി നിന്റെ ചാൻസ് ആണ്. നീ വിശ്വസിച്ച് നിന്റെ യേശുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് നിന്റെ മനസ്സ് തിരിച്ച് സ്വർഗരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നു എങ്കിൽ ഈ ദിവസം, ഈ രാത്രി നിന്റെ രക്ഷയുടെ ദിവസമാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് എത്ര സന്തോഷം! ഞാൻ ഈ പ്രസംഗം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. കർത്താവേ, ഒരിക്കല് ഞാൻ ഇരുട്ടിലായിരുന്നു. കർത്താവേ, ഒരിക്കല് നിന്നിൽ വളരെ ദൂരെയായിരുന്നു. കർത്താവേ, ഒരിക്കല് ഞാൻ നിന്നിൽ നിന്ന് വളരെ വളരെ ദൂരെയായിരുന്നു. അങ്ങയുടെ മഹാകരുണയാൽ, അങ്ങയുടെ മഹാദയാൽ, അങ്ങയുടെ മഹാസ്നേഹത്താൽ, അങ്ങ് ക്രൂശിൽ ചൊരിഞ്ഞ ആ മഹാത്യാഗത്തിന്റെ രക്തത്താൽ എന്നെ നീ വിലയ്ക്ക് വാങ്ങി ഈ സ്വർഗരാജ്യത്തിനകത്ത് എന്നെ കൊണ്ടുവന്നിരിക്കാൻ യേശുവേ നിനക്ക് നന്ദി. നിങ്ങൾ എത്ര പേരോടൊപ്പം വിരാത്ത നന്ദി പറയും? കർത്താവേ, ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നതിനായി എനിക്ക് നന്ദി. ഞാൻ വേറൊരു സത്യം പറയാം. ഇതിനകത്തിരിക്കുമ്പോൾ, ഈ സ്വർഗരാജ്യം നിങ്ങൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾക്ക് തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നാളെയെ ചൊല്ലി നിങ്ങൾക്ക് വ്യാകുലതയില്ല. നിങ്ങൾക്കൊരു വലിയ ഉറപ്പുണ്ട്. യേശു ഏത് നിമിഷം വന്നാലും എനിക്കൊരു ഉറപ്പുണ്ട്. I will be with him in the mid-year. Hallelujah. ഇതിനകത്തില്ലാത്തവർക്ക് അവർ കരയും, അവർക്ക് ടെൻഷൻ ഹൈ ആവും, BP ഹൈ ആവും, അവരുടെ മുഖത്തിൽ ഒരു സന്തോഷം കാണുകയില്ല. എന്നാൽ ഇതിനകത്തുള്ളവർക്ക് 24 മണിക്കൂർ സന്തോഷമുണ്ട്. ഞാൻ ആയിരിക്കുന്നത് യേശുവിനോട് കൂടെ ആത്മീയ രാജ്യമായ സ്വർഗരാജ്യത്തിലാണ്. കർത്താവ് നിന്ന് ചിലപ്പോൾ 60, 70, 80. ഇന്ന് മനുഷ്യൻ മരിക്കുന്നതിന് സമയമില്ല, അവന് പ്രായമില്ല. ഏത് നിമിഷവും മനുഷ്യൻ മരണത്തിന് കീഴ്പ്പെടുകയാണ്. കർത്താവ് നിന്നെ ഭൂമിയിൽ ശേഷിപ്പിക്കുന്നത് 1 ദിവസമാകാം, 5 ദിവസമാകാം, ചില 10 വർഷമാകാം, ചിലപ്പോൾ 80 വർഷമാകാം, 100 വർഷമാകാം. ആയിരിക്കുന്ന സമയമൊക്കെയും യേശു ക്രിസ്തുവിന്റെ നാമത്തില് അവന്റെ രാജ്യത്തിൽ തന്നെ ആയിരിക്കാം. എങ്കില് ക്രിസ്തുവിൽ സന്തോഷിക്കാൻ ഇടയുണ്ട്. ടെൻഷൻ ഇല്ലാതെ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. എങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി സകലവും കരുതുവാനിടയായി തീരും. ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയാണ്. 2, സ്വർഗരാജ്യം സമാധാനമാണ്. 3, സ്വർഗരാജ്യം പാപക്ഷമയാണ്. 4, സ്വർഗരാജ്യം സമത്വമാണ്, ഈക്വാലിറ്റി. 5, സ്വർഗരാജ്യം നിത്യമായ രക്ഷയാണ്. 6, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാല് ശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. ആമേൻ. ഈ വിഷയം വലുതാണ്. എന്നാൽ ചുരുക്കി എന്റെ സമയത്തിനകത്ത് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധീകരണം. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ശുദ്ധീകരണമുണ്ട്. കിങ്ഡം ഓഫ് ഗോഡിലായിരിക്കും മനുഷ്യൻ എന്ന് പറഞ്ഞ ബലഹീനനാണ്, മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ അവൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും തെറ്റു ചെയ്യുന്നവനാണ്. ചിലപ്പോൾ നാം ചെയ്യുന്ന തെറ്റ് മനുഷ്യൻ കാണും, ചില മറ്റുള്ളവർ കാണുകയില്ല. എന്നാൽ മനുഷ്യൻ പാപത്തിന് അധീനനായതുകൊണ്ടും അവൻ സ്വർഗരാജ്യത്തിൽ കടന്നു വരുമ്പോൾ അവന്റെ പാപത്തിന് അവനെ ഭരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പാപം അവന് ചുറ്റും കാണുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറയുന്ന സ്പിരിച്വൽ റൂൾ ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ ആത്മീയ ഭരണം എന്നെ തുടങ്ങിക്കഴിഞ്ഞാല് എന്നെ ഭരിക്കുന്നത് ഞാനല്ല, എന്നെ ഭരിക്കുന്നത് സാത്താനല്ല, എന്നെ ഭരിക്കുന്നത് പാപമല്ല, യേശുവാണ് എന്നെ ഭരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ഭൂമിയിൽ ആയിരിക്കുന്നതും കർത്താവ് സ്വർഗരാജ്യത്തിൽ അവനെ ശേഷിപ്പിച്ചിരിക്കുന്നതും ഈ ശരീരം കൊണ്ടാണ്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ മണ്ണാണ്. നമുക്കല്ലേ, മനുഷ്യ നീ മണ്ണാകുന്നു, ഞാനിതാ നിന്നെ മണ്ണിലേക്ക് തിരികെ ചേർക്കുന്നു. ഈ ശരീരം മണ്ണായത് കൊണ്ട് മനുഷ്യന്റെ ശരീരം മണ്ണിലേക്ക് തിരികെ പോകുന്നു. എന്നാൽ ഈ സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്നുള്ളത് നമ്മുടെ ആത്മാവ് രൂപാന്തരപ്പെടാൻ, നമ്മുടെ ആത്മാവ് അവൻ വരുമ്പോൾ, അവൻ വിളിക്കുമ്പോൾ അവനോടൊപ്പം നിത്യതയിൽ പ്രവേശിക്കുന്നതാണ് നമ്മുടെ ആത്മാവ്. ഇതാണ് നമ്മുടെ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യാശ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തില് പൗലോസ് കൊരിന്ത്യർ ലേഖനം ഇപ്രകാരം പറയുന്നു, ഈ വലിയ പ്രത്യാശ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യർക്കാൾ നിങ്ങൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. ഈ പ്രത്യാശ ഉണ്ടോ ഈ രാത്രി? അടുത്ത് ഈ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നിങ്ങളുടെ
ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത സകല കുറവുകളെയും നിങ്ങൾ 24 മണിക്കൂറും സമയഭേദമെന്നെ നിങ്ങളെ ഏറ്റുപറയണം. നിങ്ങൾ പാസ്റ്ററോട് ഏറ്റുപറയേണ്ട, ഒരു പുരോഹിതനോട് ഏറ്റുപറയേണ്ട. മഹാപുരോഹിതനായ യേശുവിന് മുമ്പാകെ ഇരുന്ന് നിങ്ങൾ കുറവുകളെ ഏറ്റുപറയുന്നു എങ്കിൽ നിങ്ങൾ വീണ്ടും സ്വർഗരാജ്യം അനുഭവിക്കുവാനിടയായിത്തീരും. അപ്പോൾ 6ാമത്തത് സാങ്ക്ടിഫിക്കേഷൻ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുക. ഈ 24 ഇനി എബ്രായ ഭാഷയിൽ ഒരു പ്രത്യേക പദം ഇത് പെയിന്റിങ് എന്നാണ്. ഇപ്പോൾ അവന്റെ രക്തം നിന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ എപ്പോഴും പെയിന്റ് ചെയ്തുകൊണ്ടേ. ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ റൂമിൽ മഞ്ഞ പെയിന്റ് ആണ്. ഈ മഞ്ഞ പെയിന്റ് പുറത്ത് ഒരു വെളുത്ത പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ മഞ്ഞ പെയിന്റ് കാണുവാൻ കഴിയുകയില്ല. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ ചലിച്ചുകൊണ്ടിരിക്കുന്നതും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമാണ് ശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. ഇത് സ്വർഗരാജ്യത്തിനകത്തുണ്ട്. നിങ്ങൾ വിഷമമുള്ളവരാണോ, പാപഭാരമുള്ളവരാണോ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ലേ എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ അനുഭവിക്കുവാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൺഫസ് ഓൾ യുവർ സിൻസ് ഇവൻ 24 hours of day and night, then you can experience the kingdom of God in your life. ഞാൻ സാധാരണ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗരാജ്യം മണിക്കൂറോളം അനുഭവിച്ചാൽ എത്ര സന്തോഷമാണ്. സ്വർഗരാജ്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ you can spend your time with Jesus. യേശുവിനോട് കൂടെ സമയം ചെലവഴിച്ച് ക്രിസ്തുവിൽ ആനന്ദിക്കുകയായിത്തീരും. ഭാരമില്ലാത്തവരായി സന്തോഷമുള്ളവരായി നിങ്ങൾ ഭൂമിയിൽ ആയിരിക്കുവാനിടയായി തീരും. പെട്ടെന്ന് ഓടിച്ചു പോട്ടെ. അടുത്ത് 7ാമത്തത് ഗ്ലോറിഫിക്കേഷൻ. ശരീരത്തിൽ എന്ന് പറയുക മഹത്വീകരണം. ഇതിനകത്ത് ഞാൻ വിശ്വസിച്ചായിരിക്കുമ്പോൾ അത് നടക്കുവാനിടയായി തീരും. എന്നാൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ 8ാമത്തത് ലവ്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാത്ത കാലഘട്ടമാണ്. സ്നേഹം അഭിനയിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ഇതിനകത്ത് വരുമ്പോൾ എൻ്റെ യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയും. 2, നമ്മുടെ സഹോദരങ്ങളെ പരസ്പരം ഹല്ലേലൂയ ഹൃദയംഗമായി സ്നേഹിക്കുവാൻ ഈ സ്വർഗരാജ്യത്തിനകത്ത് കഴിയും. ഈ നമുക്ക് സ്നേഹിക്കുവാൻ, യേശുവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല എങ്കിൽ, നിന്റെ സഹോദരങ്ങളെ സ്നേഹിപ്പാൻ കഴിയത്തില്ല എങ്കിൽ, നിന്റെ പാസ്റ്ററെ സ്നേഹിപ്പാൻ കഴിയത്തില്ല എങ്കിൽ, ഒരു കാര്യം ഓർത്തുകൊള്ളാം, ഈ രാത്രി യു ആർ ഔട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നീ സ്വർഗരാജ്യത്തിന് പുറത്താണ്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാല് സ്നേഹമാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ തന്നെ സ്നേഹമുണ്ട്, നിങ്ങളുടെ ഇടയിൽ തന്നെ സ്വർഗരാജ്യമുണ്ട്. എന്താണ് സ്വർഗരാജ്യം? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാല് സ്നേഹമാണ്. ഗലാത്യർക്കെതിരെ 5-ാം അധ്യായം 22 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് സ്നേഹം. 9 സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, ജോയ്. ഓടിച്ചു പോകട്ടെ. 10 സ്വർഗരാജ്യം എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ യേശു എന്താ പറഞ്ഞത്? ഞാൻ പോയാൽ നിങ്ങളോട് കൂടെ എപ്പോഴും രാത്രിയോ പകലോ കൂടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളോട് കൂടെ നടക്കുവാൻ ഒരു നല്ല വക്കീലായ, ഒരു നല്ല പാരക്ലിറ്റോസിനെ ഞാൻ അയക്കും. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. നിങ്ങൾ ഭൂമി സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോകണ്ട. 24 മണിക്കൂർ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ഇരുന്ന് സകല സപ്ലൈ തരുവാന് പരിശുദ്ധാത്മാവ് യേശു വാഗ്ദത്തം ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് പരിശുദ്ധാത്മ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ കിങ്ഡം ഓഫ് ഗോഡിലായിരിക്കുന്ന എന്നോട് കൂടെ ആരുണ്ടെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവുണ്ട്. 10, 11 ഈ സ്വർഗരാജ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന അടുത്തൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാല്, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദയയുണ്ട്. പരസ്പരം ദയ ചെയ്യുവാൻ. ഈ സ്വഭാവം ഇല്ലെങ്കിൽ ഈ രാത്രി ചിന്തിക്കണം, യു ആർ ഔട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്താണ് കിങ്ഡം ഓഫ് ഗോഡ്? 11ാമത്തത് ദയ, 12ാമത്തത് വിശ്വസ്തത. ഞാൻ 12 നിർത്തുകയാണ്. ഈ 12 വിധ കാര്യങ്ങളാണ് സ്വർഗരാജ്യം. അതാ യേശു പറഞ്ഞത്, seek ye first the kingdom of God.
നിങ്ങൾ സ്വർഗരാജ്യം അന്വേഷിച്ച് സ്വർഗരാജ്യത്തിന്റെ അകത്തായിരിക്കുവിൻ. ഇനി ഈ സ്വർഗരാജ്യത്തിൽ, ഇതാണ് സ്വർഗരാജ്യം. ഇനി സ്വർഗരാജ്യത്തിൽ ആർക്ക് പ്രവേശിക്കുവാൻ കഴിയും? ആർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത്? ഈ ലോക്ക്ഡൌണിൽ നാം എല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എന്റെ ഹൃദയം പലപ്പോഴും മുമ്പ്, കർത്താവേ, നീ എനിക്ക് 1 മിനിറ്റ് തരണം. ഡോക്ടർമാരോടും നഴ്സുമാരോടും വക്കീലന്മാരോടും മുതിർന്ന വ്യക്തികളോടും പാവപ്പെട്ട എല്ലാവരോടും 1 മിനിറ്റ് സുവിശേഷം പറയണം. നിങ്ങൾ പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് 1 മിനിറ്റ് കൊണ്ട് യേശുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കൂ. സന്തോഷം അനുഭവിക്കാം. നിത്യത വരെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ മനോഹരമായ രാജ്യം നിങ്ങൾക്ക് അനുഭവിക്കുക. എങ്ങനെ ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിലേക്ക് എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ പ്രവേശിക്കും? 1, യേശുവിലുള്ള വിശ്വാസം. എബ്രായ ലേഖനം 11:6 വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ക്രിസ്തീയ ശുശ്രൂഷയുടെ, ക്രിസ്തീയ ആരാധനയുടെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം, ഞാൻ എന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം എപ്പോഴും ഏറ്റുപറയണം. 1, യേശുവിലുള്ള വിശ്വാസം. ഈ രാത്രി നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിനകത്ത് സന്തോഷിപ്പാനുണ്ട്, അകത്ത് കയറുവാനും അതിൽ സന്തോഷിക്കുകയായി. 2, നോ ജീസസ്, യേശുവിനെ അറിയുക. 1, ഇതിനകത്ത് കയറുവാനും ഇതിനകത്ത് നിൽക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിന് 1ാമത്തെ പടി യേശുവിനുള്ള വിശ്വാസമാണ്. 2, യേശുവിനെ അറിയുക. 3, നിങ്ങൾക്ക് ലഭിച്ച നിങ്ങളുടെ വിശ്വാസത്തെ നിരന്തരമായി ഏറ്റുപറയുക. വിശ്വാസം നിരന്തരമായി ഏറ്റുപറയാത്ത ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിനകത്ത് നിലനിൽക്കുവാൻ കഴിയുകയില്ല. അവൻ ചാടി പുറത്തു പോകും. ഇസ്രായേൽ മക്കളുടെ 40 വർഷ മരുഭൂമി യാത്രയില് പല പ്രാവശ്യം അവര് പുറത്തു പോയവരുടെ ഹൃദയം കഠിനപ്പെട്ട് അവർ ദൈവത്തോട് മത്സരിക്കുവാൻ ഇടയായിത്തീർന്ന കാര്യം അവരുടെ അവിശ്വാസമാണ്. പഴയ നിയമത്തിൽ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാല് അവിശ്വാസമാണ്. കർത്താവ് പറഞ്ഞു, ഈ അവിശ്വാസമുള്ള തലമുറയെ കൊണ്ട് ഞാൻ അനുദമിക്കുകയാണ്. പ്രിയദൈവമക്കളെ, കർത്താവ് നമ്മെ കൃപായുഗത്തിൽ വെച്ചിരിക്കുകയാണ്. ഈ കൃപായുഗത്തില് ഒരിക്കലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ഞാൻ നിങ്ങളെ വളരെ സന്തോഷമായി സമാധാനമായി നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അവസരം ലഭിക്കുന്നുവെങ്കിൽ എപ്പോഴും ജോലിയിലായിരിക്കുമ്പോൾ, ജോലി ഇല്ലാത്തപ്പോൾ, ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലായി ലഭിച്ച നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഏറ്റുപറയണം. യൂദയുടെ ലേഖനം 1:3 വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലായി ലഭിച്ച വിശ്വാസത്തെ നിങ്ങൾ വിശ്വാസത്തിലൂടെ പോരാടണം എന്ന വാക്കിന്റെ അർത്ഥം കൺഫസ് യുവർ ഫെയ്ത്ത്, നീ കണ്ടന്റ് ഫോർ യുവർ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം നീ ഏറ്റുപറയണം. ആമേൻ. നമ്മുടെ വിശ്വാസം ഏറ്റുപറയണം. 4, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. ഇത് പെന്തക്കോസ്തുകാർക്ക് അനുഭവിക്കുന്ന പ്രതിസന്ധി ഒന്നാണ്. ഞാൻ നേരത്തെ രക്ഷിക്കപ്പെട്ടതല്ലേ, ഇതിന് എൻ്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും ഓർത്ത് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 9-10 എപ്പോഴും നിങ്ങളുടെ കുറവ്, നിങ്ങളും ഞാനും എൻ്റെ യേശു, നിങ്ങളും നിങ്ങളുടെ ദൈവവുമായി എപ്പോഴും ഒരു കണക്ഷൻ. 4, നിങ്ങളുടെ കുറവുകളെല്ലാം നിങ്ങൾ ഏറ്റുപറയണം. 5, അവന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളൊരു കുട്ടിയായിരിക്കണം. അതാ യേശുവിന് ശുശ്രൂഷ. യേശു എന്താ പറഞ്ഞത്? ശിശുക്കളെ എന്റെ അടുക്കൽ വിടുവീൻ, അവനെ തടുക്കരുത്. ശിശുവിന്റെ മനോഭാവത്തോടുകൂടെ കുറ്റമില്ലാത്തവരായി നീതിയുള്ളവരായി എപ്പോഴും അവന്റെ സന്നിധിയിലായി. ബി എ ചൈൽഡ്. എപ്പോഴും അവന്റെ സന്നിധിയില് നിഷ്പക്ഷമായ കുറവില്ല നല്ലൊരു വ്യക്തിയായി കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് അവന്റെ സന്നിധിയിലായിരുന്നാൽ അവന്റെ രാജ്യത്തിനകത്ത് സന്തോഷിക്കൊണ്ടേയായി തീരും. ചിലർ പറയാറുണ്ട്, ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയും, സഹോദരൻ നിന്റെ തെറ്റാണ്. അത് ശാരീരികമായും ഭൗമികമായ ബുദ്ധിമുട്ട് വരാം. എന്നാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നീ അനുഭവിക്കുന്ന ആന്തരികമായ സന്തോഷം, ആന്തരികമായ സമാധാനം വാക്കുകളോട് പറയുവാൻ കഴിയില്ല. അത്രയും സന്തോഷമാണ് സ്വർഗരാജ്യം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ രാത്രി ചിന്തിക്കണം, നീ സ്വർഗരാജ്യത്തിനകത്താണോ അതോ പുറത്താണോ? 6-ാം അധ്യായം 6-ാമത്തെ പോയിന്റ്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ
നിങ്ങൾ സ്വർഗരാജ്യത്തിനകത്തിരുന്ന് ആയി ഈ ഭൂമിയിലായിരുന്നു ചെയ്യേണ്ടത്. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. ഹല്ലേലൂയ. 121 സങ്കീർത്തനം 1 ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ കോവിഡ്-19 വരുന്നത് വരെ മനുഷ്യനെ പകയ്ക്കുന്നവർ, സഭയ്ക്കകത്ത് പകയ്ക്കുന്നവർ, സ്നേഹമില്ല. നിസ്സാര ഒരു കൊച്ചു വൈറസ് വന്നപ്പോൾ നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചത്. ആർക്കും ആരെയും പഴിക്കാൻ സമയമില്ല, ആർക്കും ആരെയും പാരവയ്ക്കാൻ സമയമില്ല. ഇപ്പോൾ മനസ്സിലായോ? കർത്താവ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത് അവന്റെ രാജ്യത്തിനകത്തിരുന്നു കൊണ്ട് അവർ സന്തോഷിക്കുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ കർത്താവിൽ എപ്പോഴും നന്ദി പറയേണ്ടത് നിങ്ങളുടെ ദൗത്യമാണ്. അവസാനം, ആർക്ക് ഈ സ്വർഗരാജിനകത്ത് കയറുവാൻ കഴിയും? ഒന്ന്, പൂർണ്ണ സമർപ്പണം വേണം. ഞാൻ ഓടിച്ചു പറയാം, ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിൽ വിശ്വസിക്കണം, വിശ്വാസം ഏറ്റുപറയണം, പാപങ്ങളെ ഏറ്റുപറയണം, അവന്റെ സന്നിധിയിൽ ഒരു കൊച്ചു കുട്ടിയായിരിക്കണം, എപ്പോഴും മുകളിലുള്ളത് അന്വേഷിക്കണം. പൂർണ്ണമായ ഒരു സമർപ്പണമുണ്ട് എങ്കില് നിങ്ങൾക്ക് അവന്റെ രാജ്യത്തിനകത്ത് നിങ്ങളുടെ ജനനം മുതൽ, ക്രിസ്തുവിനെ അറിഞ്ഞ് നിങ്ങളുടെ ആത്മീയ ജനനം മുതൽ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ കഴിയും. എനിക്കും നിങ്ങൾക്ക് പറയുവാൻ കഴിയും, ഈ രാത്രി ഞാൻ ആയിരിക്കുന്നത് സ്വർഗരാജ്യത്തിലാണ്. എനിക്ക് പ്രിയ ദൈവമക്കൾ, എത്ര പേർ ഈ രാത്രി എന്നോടൊപ്പം പറയും, ഈ രാത്രി ഐ ആം ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ ആവർത്തിക്കട്ടെ, കിങ്ഡം ഓഫ് ഗോഡ് എന്ന സ്പിരിച്വൽ റൂൾ ഓഫ് ക്രൈസ്റ്റ് ഇൻ മൈ ഹാർട്ട്. യേശു ആത്മീയമായി എന്നെ ഭരിക്കുകയാണ്. എന്നാൽ ഇനി എന്താണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ്? ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, എന്താണ് സ്വർഗരാജ്യം? 2, ആർക്കാണ് സ്വർഗരാജ്യത്തിനകത്ത് പ്രവേശിക്കുവാൻ കഴിയും? 3, ഇതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗരാജ്യം എന്താണ് ഇതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നത് നോ വറി. ഈ സ്വർഗരാജ്യം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം, നിങ്ങൾ അവന്റെ രാജ്യം അന്വേഷിച്ച് അവന്റെ രാജ്യത്തിനകത്തായി നിങ്ങളെപ്പോഴും അവന്റെ സ്തുതി സ്തോത്രം കരയറ്റുമ്പോൾ നിങ്ങൾക്ക് വ്യാകുലതയില്ല. ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ത്രിതപ്പെടുത്തുന്ന ഒരു വിഷയമാണ് അവന് ദുഃഖം. ഇംഗ്ലീഷിൽ പറയും ഹറി, വറി, ബറി. മനുഷ്യനെ കൂടുതലും അവനെ ദുഃഖിപ്പിക്കുന്ന, വറിയാക്കുന്നത് അവന്റെ വേഗതയിലുള്ള ആഗ്രഹങ്ങളാണ്. അപ്പൊ ഹറി വിൽ മേക്ക് വറി. ഒത്തിരി വറി വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വറി വിൽ ബറി. ആരെങ്കിലും തന്നെ കുഴിച്ചു മൂടും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ നാളെയെ ചൊല്ലി വ്യാകുലപ്പെടേണ്ട, എന്ത് കഴിക്കുമെന്ന് വിചാരിച്ച് വ്യാകുലപ്പെടേണ്ട. നാളെ കോവിഡ്-19 മുഖാന്തര ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച് നീ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. You should be in the kingdom of God. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ട് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കോവിഡ് മുഖാന്തരം വ്യാകുലപ്പെടേണ്ട. You should be in the kingdom of God. Kingdom of God which makes you to be away from all worries in life. ജീവിതത്തിന്റെ എല്ലാ വറികളിൽ നിന്നും, എല്ലാ വിഷമങ്ങളിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന് ക്രിസ്തു എന്ന പാറമേൽ എന്നെയും നിങ്ങളെയും ഉറപ്പിക്കുന്നതാണ് സ്വർഗരാജ്യം. സന്തോഷമുണ്ടോ ഈ രാത്രി? യേശു പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, ഇതിനാരാണ് ഭക്ഷണം കൊടുക്കുന്നത്? വയലിലെ താമര നോക്കുവിൻ, ഇതിനാണ് രൂപവും ഭംഗിയും കൊടുക്കുന്നത്. ഇവരെക്കാൾ സ്വർഗരാജ്യത്തിനു വേണ്ടി വിളിക്കപ്പെട്ടതായ ദൈവമക്കളെ, ദൈവസഭയിലായ ദൈവമക്കളെ, ഇവരെക്കാൾ നിങ്ങൾ വിശേഷത ഉള്ളവരല്ലയോ? ഭയങ്കര സന്തോഷമാണ്. കർത്താവ് എനിക്ക് വേണ്ടി കരുതുന്നു. അബ്രഹാമിന് വേണ്ടി കരുതിയവൻ, സഭയ്ക്ക് വേണ്ടി കരുതിയവൻ, അവൻ ഈ കൃപായുഗത്തില്, ഈ കോവിഡ് കാലഘട്ടത്തില് എനിക്ക് വേണ്ടി കരുതാതിരിക്കുമോ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവന്റെ രാജ്യത്തെ മാത്രം നോക്കുവിൻ, നിനക്ക് വേണ്ടി സകലവും അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുവാനിടയായിത്തീരും. സ്വർഗരാജ്യവും വാഗ്ദത്തം ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ there is no worry.
സമയം കിട്ടുമ്പോൾ വായിക്കണം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന് 26 മുതൽ വായിക്കുമ്പോൾ യേശു പറയും, വിചാരപ്പെടുന്നത് കൊണ്ട് നിനക്ക് ഒന്നും നേടാൻ കഴിയുകയില്ല. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറയും, ഒത്തിരി വിചാരപ്പെട്ട് കഴിഞ്ഞാൽ BP ഹൈ ആവും. ഒരു പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പുഞ്ചിരിക്കാൻ. യു ഷുഡ് ബി സ്മൈൽ. ജീവിതത്തിന്റെ എല്ലാ പരിതസ്ഥിതികളും നിങ്ങൾ ചിരിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. ഒത്തിരി ടെൻഷൻ തലമണ്ടയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ അത് നിന്നെ നശിപ്പിക്കുക അല്ലാതെ നിനക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ വിഷമഘട്ടം നിന്റെ ചുറ്റും നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. യു ആർ നോട്ട് അലോൺ, യു ആർ വിത്ത് ക്രൈസ്റ്റ്. യേശുവിനോടൊപ്പം നീ സ്വർഗരാജ്യത്തിനകത്തായതുകൊണ്ട് നീ ഒരു വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അവൻ നിനക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. ഒന്ന്, സ്വർഗരാജ്യം വാഗ്ദത്തം ചെയ്യുന്നത്. ആമേൻ. എന്താ വാഗ്ദത്തം ചെയ്യുന്നത്? there is no worry. 2, ഈ സ്വർഗരാജ്യം പറയുന്നത് നമുക്ക് നല്ല ഉറപ്പ് നൽകുകയാണ്, നീ നാളെയെ ചൊല്ലി വ്യാകുലപ്പെടേണ്ട. 3, നിനക്ക് വേണ്ടി സകലം അവൻ കരുതും. ഞാൻ ആ വാക്ക് ഏറ്റു പറയാണ്, സകലം. God will provide everything for me and you. 4, ഈ സ്വർഗരാജ്യം പറയാണ്, ഞാൻ നിന്നെ വിളിച്ച ദിവസം മുതൽ അവസാന നിമിഷം വരെ ഞാൻ നിനക്ക് വേണ്ടി സകലവും കരുതി നിന്നെ സൂക്ഷിക്കുന്ന ദൈവമാണ്. യൂദലേഖനം വായിക്കുമ്പോൾ തന്റെ മഹിമാസന്നിധി കൊണ്ട് എത്തിക്കുന്നത് വരെ നിന്നെ ചുമന്ന്, ഹല്ലേലൂയ, കൈവിടാതെ നിന്നെ ചുമക്കുവാൻ കഴിവുള്ളവനാണ് എന്റെ യേശു. അതാണ് അവൻ നിന്നെ സ്വർഗരാജ്യത്തിനകത്ത് വെച്ചിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ സന്ദേശത്തിന്റെ ഉപസംഹാരത്തിൽ വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ, ഈ രാത്രി നീ എന്നെ വിളിച്ചതിനായി സ്തോത്രം. ഈ സത്യം എത്രയോ വർഷം കൊണ്ട് സത്യം കേൾക്കുകയാണ്. ഈ രാത്രി നീ ചിന്തിക്കണം, am I in the kingdom of God? കർത്താവേ, ഈ രാത്രി ഞാൻ അങ്ങയുടെ രാജ്യത്തിനകത്താണോ? കർത്താവേ, am I talking to my Jesus? ഞാൻ എന്റെ യേശുവിനോട് സംസാരിക്കുകയാണോ? കർത്താവ്, എപ്പോഴെങ്കിലും കർത്താവേ യേശു എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഈ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് കയറി കഴിഞ്ഞാൽ കർത്താവ് നോക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, എന്റെ യേശുവിനോടൊപ്പം നമുക്ക് സംസാരിപ്പാൻ കഴിയും. യേശു നിന്നോട് സംസാരിപ്പാൻ ഇടയായി തീരും. ഈ കിങ്ഡം ഓഫ് ഗോഡ് ആയി കഴിഞ്ഞ കർത്താവ്, നീ ഒരിക്കലും വിചാരപ്പെടരുത്. നിനക്ക് ഉറപ്പുണ്ട്, ഞാൻ സകലവും കരുതും. എന്റെ സ്പെഷ്യൽ കെയർ നിന്നോട് കൂടെ ഇരിക്കും. 24 മണിക്കൂറും ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ കൃപായുഗത്തില് ഈ കർത്താവ്, ഈ ലോക്ക്ഡൌണിലും കർത്താവ്, ഈ COVID-19 മഹാമാരിയുടെ ഈ സമയത്ത് നിനക്ക് വേണ്ടി കരുതുവാൻ എന്റെ യേശു ശക്തനാണ്. ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ച എന്റെ യേശു നിനക്ക് വേണ്ടി ഈ രാത്രി കരുതും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഇടുകയാണ്, ആർ യു ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്? അതോ നിങ്ങൾ കിങ്ഡം ഓഫ് ഗോഡിന്റെ പുറത്താണോ? ഇല്ല എങ്കിൽ കർത്താവേ, സോറി കർത്താവേ, എന്റെ ജീവിത യാത്രയിൽ എനിക്കറിയില്ല, ഒരു ദിവസം കൊണ്ട് കർത്താവിന്റെ ജീവൻ നൽകി. കർത്താവേ, ഈ ദിവസം ഞാൻ ചിന്തിക്കുന്നു, ആമായി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. നീ സ്വർഗരാജ്യത്തിൽ ഇല്ല എന്ന് ഉറപ്പുണ്ടായെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ഈ രാത്രി ഐ എം സോറി കർത്താവേ, എന്റെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ. എന്നെ കർത്താവേ, നിന്റെ രാജ്യത്തിൽ 24 മണിക്കൂറുമായിരിക്കുവാൻ എന്നെ ഈ രാത്രി സഹായിക്കണമേ എന്ന് ഹൃദയം അവന്റെ സന്നിധിയിൽ പകർന്ന്, നിന്റെ മനുഷ്യന് മുമ്പ് നിന്റെ വിഷമം പറയണ്ട. യേശുവേ, വെളിപ്പാട് പുസ്തകം 3:20 വായിക്കുമ്പോൾ, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് എനിക്ക് എന്റെ യേശുവിനെ വേണമെന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ യേശു പറയാണ്, ഐ ആം റെഡി ടു ബി വിത്ത് ഹിം. ഈ രാത്രി നിന്നോട് കൂടെ ആയിരിക്കുവാൻ, നിന്നോട് കൂടെ നിന്റെ വേദനകളിൽ, നിന്നോട് കൂടെ നിന്റെ വിഷമഘട്ടത്തിൽ, നിന്നോട് കൂടെ നിന്റെ രോഗങ്ങളിൽ, നിന്നോട് കൂടെ നിന്റെ എല്ലാ ആവശ്യങ്ങളും നിന്നോട് കൂടെ ഇരിക്കുവാൻ ഈ രാത്രി എന്റെ യേശുവിന് കഴിയും. നിങ്ങൾ റെഡിയാണോ? അവന്റെ കരുത്തിലേക്ക് ഒരു നിമിഷം സമർപ്പിക്കുക. ഞാൻ 2 സെക്കൻഡ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തില്. കർത്താവേ, ഈ രാത്രി അങ്ങനെ സന്ദേശം കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് ഈ രാത്രി ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. സ്വർഗരാജ്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, ഞങ്ങൾ എല്ലാവരും കർത്താവ് അങ്ങനെ രാജ്യത്തെ അനുഭവിച്ച് നിത്യത വരെ കർത്താവ് ഞങ്ങളെ ചുമക്കുവാൻ എന്റെ യേശുവിന് കഴിയും. നന്ദി കർത്താവ്. ഈ രാത്രി എല്ലാവരും ഈ രാത്രി സ്വർഗരാജ്യം അനുഭവിപ്പാൻ അങ്ങ് സഹായിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവെ. അങ്ങ് നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണം കർത്താവെ. നന്ദി കർത്താവെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ മനോഹരമായ അവസരം നൽകി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫ്രെഡിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ
നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.